ഗ്ലോബൽ വോയിസസ് ആൻഡ് കൾച്ചേഴ്സിലെ എസ് ജോസഫിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് എന്നുള്ള പോവമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഐഡൻറ്റിറ്റി കാർഡ് എന്നുള്ള ഈ ഒരു പോവത്തിനകത്ത് എസ് ജോസഫ് എന്നുള്ള മലയാളം പോയിറ്റ് പറയുന്നത് കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ എന്താ പറയുക സ്ട്രോങ് ആയിട്ടുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ് കേട്ടോ. അതായത് എത്രമാത്രം പ്രോഗ്രസീവ് ആണെന്ന് നമ്മൾ സൊസൈറ്റി എത്ര പ്രോഗ്രസീവ് ആണെന്ന് പറഞ്ഞാലും സ്റ്റിൽ എന്താണ് കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ ആ ഒരു ഡീപ്പ് റൂട്ട്സ് നമുക്ക് കാണാൻ വിസിബിൾ ആണ് എന്നുള്ളതാണ് പറയുന്നത്. അത് ഹിഡൻ ആയിട്ട് കിടന്നാലും അതൊരു പോയിന്റ് എത്തുമ്പോൾ എന്ത് ചെയ്യും, അത് വിസിബിളായിട്ട് പുറത്ത് വരും എന്നുള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് ഇതിനകത്ത് അദ്ദേഹം പറയുന്നത്. അപ്പോൾ എസ് ജോസഫ് ഒരു മലയാളം പോയറ്റാണ്. കോട്ടയത്താണ് അദ്ദേഹം ജനിച്ചത്. 2012 കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട് ഇദ്ദേഹത്തിന്. അപ്പം ഇദ്ദേഹത്തിൻ്റെ വർക്ക്സിനകത്തുള്ളത് ഇൻജസ്റ്റിസിനെ കുറിച്ച്, വയലൻസിനെ കുറിച്ച്, അതുപോലെ തന്നെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയുടെ പ്രശ്നങ്ങൾ അവരെന്തൊക്കെയാണ് ഫേസ് ചെയ്യുന്നതെന്നുള്ളതും ഒക്കെയാണ് പറഞ്ഞു പോയേക്കുന്നത്. സോ ഈ ഒരു ഐഡൻറ്റിറ്റി കാർഡ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു കൈൻഡ് ഓഫ് പേഴ്സണൽ ആയിട്ടുള്ള ഒരു എന്താ പറയുക സൈഡ് ഓഫ് സ്റ്റോറി ആണെന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഇതിനകത്ത് പിന്നെ വളരെ സട്ടിലായിട്ട് അദ്ദേഹം കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ ആ ഒരു അണ്ടർ കറണ്ടിനെ കുറിച്ചാണ് പറഞ്ഞു പോയേക്കുന്നത്. ഓക്കെ, അത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് മലയാളം പോയമാണ് ഈ ഐഡൻറ്റിറ്റി കാണുന്നുള്ളത്. അതിന് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഏറ്റവും നോട്ടഡ് റൈറ്റർ ആയിട്ടുള്ള കെ സച്ചിദാനന്ദനാണ്. അപ്പോൾ നമുക്ക് പോയത്തിലോട്ട് കിടക്കാം. സ്റ്റാൻസ ബൈ സ്റ്റാൻസ എക്സ്പ്ലനേഷൻ ആണ്. അപ്പോൾ സ്റ്റാൻസ 1 പറയുന്നത് ഇൻ മൈ സ്റ്റുഡൻറ് ഡേയ്സ് എ ഗേൾ കെയിം ലാഫിംഗ്, ആ ഹാൻഡ്സ് മെറ്റ് നീഡിങ് ഹർ നൈസ് ആൻഡ് ഫിഷ് കറി ഓൺ എ ബെഞ്ച്, വി ബിക്കേം എ ഹിന്ദു ക്രിസ്ത്യൻ ഫാമിലി. അപ്പോൾ പോയിട്ട് റീകോൾ ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ കോളേജ് അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് ഡേയ്സിനെ കുറിച്ചാണ്. വെൻ ഹി ഹാഡ് ഒരു വളരെ ഹാപ്പി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ജോയ്ഫുൾ റിലേഷൻഷിപ്പ്, ഒരു പെൺകുട്ടിയായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. എ ഗേൾ കെയിം ലാഫിങ്, അതായത് ഈ സ്റ്റുഡൻറ്റ് ഡേയ്സിലുണ്ടായിരുന്ന ഒരു ഇതാണ് പറയുന്നത്. ഒരു പെൺകുട്ടി ചിരിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിലോട്ട് കടന്നു വന്നു. സോ ആ ഒരു ഇന്നസെൻസിനെ കുറിച്ചും ആ ഒരു ഇമോഷണൽ മോമത്തിനെ കുറിച്ചുമാണ് ഫസ്റ്റ് ലൈനകത്ത് പറയുന്നത്. അവർ ഫുഡ് ഷെയർ ചെയ്തു, അതാണ് പറഞ്ഞിരിക്കുന്നത്. റൈസ് ആൻഡ് ഫിഷ് കറിയൊക്കെ ഇങ്ങനെ നീഡ് ചെയ്തുകൊണ്ടിരുന്നത്, അതായത് ചോറൊക്കെ കുഴച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കൈകൾ മീറ്റ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു ഇൻറ്റിമസിയെ കുറിച്ചും കൾച്ചറൽ ബ്ലെൻഡിങ്ങിനെ കുറിച്ചുമാണ് പറയുന്നത്. ഇനി ഓൺ എ ബഞ്ച് വി ബിക്കെയിം എ ഹിന്ദു ക്രിസ്ത്യൻ ഫാമിലി, അതായത് ഞങ്ങൾ ഒരു ഹിന്ദു ക്രിസ്ത്യൻ ഫാമിലി ആയിട്ട് തന്നെ അങ്ങ് മാറുവാണ്. ആ ഒരു ഇന്റർഫെയ്ത്ത് യൂണിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഗേളും സ്പീക്കറും ഡിഫറെൻറ്റ് റിലിജനിലാണ് ബിലോങ് ചെയ്തിരിക്കുന്നത്, പക്ഷേ എന്നാലും അവരൊരു ബോണ്ട് ഷെയർ ചെയ്തിരുന്നു, ഈവൻ ദോ സോഷ്യൽ ഡിവിഷൻ ഉണ്ടെങ്കിൽ പോലും. ദെൻ സ്റ്റാൻസ 2 പറയുന്നതെന്ന് വെച്ചാൽ സ്പീക്കർ ഈ ഒരു ലവിൻ്റെ ആ ഒരു ബ്യൂട്ടിയിൽ ഇങ്ങനെ അബ്സർവ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് സ്പെസിഫിക്കലി പാബ്ലോ നെരൂദ എന്നുള്ള ഫേമസ് ചിലിയൻ പോയിറ്റിനെ കുറിച്ചും അദ്ദേഹം ഇതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. അതായത് പാബ്ലോ നെരൂദ റൊമാൻറ്റിക് ആൻഡ് ലവ് പോംസ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ തീംസ് ഉള്ള പോംസ് ആണ് അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്നത്. സോ ഞാൻ അതായത് നമ്മുടെ പോയിറ്റ് ഐ വൈൽഡ് അവേ മൈ ടൈം, അതായത് ഞാൻ എൻ്റെ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് പാബ്ലോ നെരൂദയുടെ പോയിട്രിയൊക്കെ വായിച്ചുകൊണ്ടായിരുന്നു. ആൻഡ് മീൻ വൈൽ വൺ ഡേ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് മിസ്പ്ലേസ് ചെയ്തു, അതായത് ഐഡൻറ്റിറ്റി കാർഡ് നഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഐഡൻറ്റിറ്റി കാർഡിനകത്ത് കാസ്റ്റ്, റിലീജിയൻ അല്ലെങ്കിൽ സ്റ്റേറ്റസിനെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനെ ഒരു കൈൻഡ് ഓഫ് ലേബൽ പോലെ ഈ ഐഡൻറ്റിറ്റി കാർഡിനകത്ത് ഉണ്ട്. അപ്പോൾ അതൊരു ദിവസം എന്ത് ചെയ്തു, നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. സ്റ്റാൻസ 3 ഐ നോട്ടീസ് ഷീ സെഡ് റിട്ടേണിങ് മൈ കാർഡ്, ദ അക്കൗണ്ട് ഓഫ് യുവർ സ്റ്റൈഫൻഡ് ഇസ് എൻറ്റേർഡ് ദെയർ ഇൻ റെഡ്. അപ്പോൾ ആ പെൺകുട്ടിയാണ് ശരിക്കും പറഞ്ഞാൽ സ്പീക്കറിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് തിരിച്ചുകൊണ്ട് വന്നത്. ആൻഡ് ആ പെൺകുട്ടി പോയിന്റ് ഔട്ട് ചെയ്തു ഇയാൾക്ക് മാസം കിട്ടുന്ന സ്റ്റൈഫൻഡ് എമൗണ്ട് റെഡ് ഇങ്കിൽ മാർഗർ എഴുതിയിട്ടുണ്ട് എന്നിങ്ങനെ പറയുവാണ്. അപ്പോൾ അവിടെ ആ റെഡ് ഇങ്ക് സിഗ്നിഫൈ ചെയ്യുന്ന സംതിങ് ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഈ നമ്മുടെ സ്പീക്കറിൻ്റെ അല്ലെങ്കിൽ ഈ പോയിറ്റിൻ്റെ സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടാണ് ആ റെഡ് ഇങ്കിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് അയാളൊരു മാർജിനലൈസ്ഡ് അല്ലെങ്കിൽ എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയിൽ പെട്ട ഒരു ആളാണ്. അയാൾക്ക് എല്ലാ മാസവും സ്റ്റൈഫൻഡ് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഹെൽപ്പ് ഫ്രം കോളേജ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ആ റെഡ് ഇങ്ക് സൂചിപ്പിച്ചത്. അത് അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡിനകത്ത് തന്നെ മാർക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അത് ഐഡൻറ്റിറ്റി കാർഡ് മിസ്പ്ലേസ് ആയത് ഈ പെൺകുട്ടി തന്നെ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ആ പെൺകുട്ടി അത് അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അയാളൊരു എക്കണോമിക്കലി ബാക്ക്വേർഡ് ആളാണെന്നും ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ആളാണെന്നും ആൻഡ് ഹി റിസീവ്ഡ് സ്റ്റൈഫൻഡ് എന്നുള്ളത് ആ പെൺകുട്ടി അപ്പോഴാണ് അറിയുന്നത്. സോ ആ ഒരു കാസ്റ്റ് അല്ലെങ്കിൽ ക്ലാസ് കോൺഷ്യസ്നെസ് ആണ് ഈ ഒരു ലൈനിനകത്ത് അല്ലെങ്കിൽ സ്റ്റാൻസയ്ക്കകത്ത് പറയുന്നത്. അത് അവർ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിലെ വാംത്തിനെ അങ്ങ് ഡിസ്ട്രോയ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ പെൺകുട്ടിയാണ് പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. കാർഡ് റിട്ടേൺ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ പെൺകുട്ടി പറഞ്ഞ കാര്യം സ്റ്റൈഫൻഡിൻ്റെ ആ ഒരു കാര്യമൊക്കെ റെഡ് കളറിനകത്ത് നിങ്ങളുടെ ഐഡൻറ്റിറ്റി കാർഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഐഡൻറ്റിറ്റി കാർഡ് തിരിച്ചു കൊടുക്കുന്നത്. സ്റ്റാൻസ 4
പിന്നെ നമുക്ക് ഊഹിക്കാം എന്താണ് ഹാപ്പൻ ചെയ്തതെന്നുള്ളതെല്ലാം. സ്റ്റാൻസ 4-നകത്ത് പറയുന്നതെന്ന് വെച്ചാൽ ദീസ് ഡേയ്സ്, അതായത് ഇനിയിപ്പം എൻ്റെ പ്രസന്റ് ആയിട്ടുള്ള സിറ്റുവേഷനെ, കറണ്ട് സിറ്റുവേഷനെ കുറിച്ചാണ് പറയുന്നത്. കോളേജ് ഡേയ്സ് ഒക്കെ കഴിഞ്ഞു. ആൻഡ് ദീസ് ഡേയ്സ് ഐ നെവർ ലുക്ക് അറ്റ് എ ബോയ് ആൻഡ് എ ഗേൾ ലോസ്റ്റ് ഇൻ ദംസെൽസ്. അതായത് അപ്പോൾ ഇദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ആ പെൺകുട്ടി ഉപേക്ഷിച്ചിട്ട് പോയി കാണാം. ബിക്കോസ് എന്താണ് ആ ഒരു കാസ്റ്റിനെ കുറിച്ചൊക്കെ അറിഞ്ഞ് അയാൾ ആ ഒരു ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് വരുന്നതെന്ന് ഐഡന്റിറ്റി കാർഡിൽ നിന്ന് മനസ്സിലാക്കിയത് കൊണ്ട് എന്തായാലും ആ പെൺകുട്ടി എന്ത് ചെയ്ത് കാണും, അയാളെ ഉപേക്ഷിച്ച് കാണും. സോ ദീസ് ഡേയ്സ്, അതായത് ഇങ്ങനെ ഇപ്പോൾ ഉള്ള ദിവസങ്ങളിൽ എന്താണ്, ഞാനൊരു ബോയിയും ഗേളിലെയും ഇങ്ങനെ കപ്പിളായിട്ടിരിക്കുന്ന ആളുകളെ ഒന്നും ഞാൻ നോക്കാറില്ല. ദേ വിൽ ഡിപ്പാർട്ട് ആഫ്റ്റർ എ വൈൽ. ബിക്കോസ് എന്തുകൊണ്ടാണ് നോക്കാറില്ലാത്തത് ഞാൻ, ബിക്കോസ് എനിക്കറിയാം എന്തായാലും ഒരു ലിമിറ്റിൽ ഒരു ഇത് വരുമ്പോൾ, ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്തായാലും ഇവരുടെ പാട്ടിന് പോകത്തേ ഉള്ളൂ. അതായത് ഇവർ ബ്രേക്കപ്പ് ആയി പോകത്തേ ഉള്ളൂ. ആൻഡ് ഐ വോണ്ട് ബി സർപ്രൈസ്ഡ്. അവരിങ്ങനെ ബ്രേക്കപ്പ് ആയി പോകുന്നതിൽ എനിക്ക് വലിയ അതിശയമൊന്നുമില്ല. എന്താണ്, ഈവൻ ഇഫ് ദ യുണൈറ്റ്, അതായത് ഇനിയിപ്പോൾ ഒരുമിച്ചാലും എനിക്ക് വലിയ സർപ്രൈസ് ഒന്നുമില്ല. ബിക്കോസ് എന്തുകൊണ്ടാണ്, ചിലപ്പോൾ ഒരുമിക്കുന്ന എന്തുകൊണ്ടായിരിക്കും, അവരുടെ ഐഡന്റിറ്റി കാർഡ്സിലൊന്നും ഈ റെഡ് കളറിലുള്ള സ്ക്രിബ്ലിങ്സ് കാണത്തില്ല. അതായത് ചിലപ്പോൾ അവർ ഇങ്ങനെയുള്ള കപ്പിൾസ് ചിലപ്പോൾ കല്യാണം കഴിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ ജീവിതത്തിൽ ഒരുമിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ ഡിപ്പാർട്ടായി പോവും, അതായത് ബ്രേക്കപ്പ് ആയി പോവുമായിരിക്കും. ഇനി ഈവൻ ഇഫ് എന്താണ് ബ്രേക്കപ്പ് ആവുന്നതിന് റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഈ കാസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് കോൺഷ്യസ്നെസ്സിൻ്റെ ഒരു പ്രശ്നം കാണും. അല്ലെങ്കിൽ ഈവൻ ഇഫ് യുണൈറ്റ് എന്താണ്, എനിക്ക് വലിയ അതിശയമൊന്നും കാണത്തില്ല. കാരണം എന്താ, പിന്നെ അവരുടെ ഐഡന്റിറ്റി കാർഡിലൊന്നും ഇങ്ങനെയുള്ള ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിലുള്ള അതായത് ഈ റെഡ് പിന്നെ സ്ക്രിബ്ലിങ്സ് ഒന്നും കാണത്തില്ല. അതുകൊണ്ട് എന്താണ്, ചിലപ്പോൾ അവർ അങ്ങനെയുള്ള ആളുകൾ യുണൈറ്റ് ആവാനും സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ സ്പീക്കർ വളരെ ഡിസിലൂഷൻഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ്. യങ് കപ്പിളിനെ അയാൾ നോക്കത്തുമില്ല. അതായത് അദ്ദേഹത്തിന് അത് അവരെ കാണുമ്പോൾ ഒരു ഇമോഷണൽ കണക്ഷൻ ഒന്നും തോന്നില്ല. ബിക്കോസ് അദ്ദേഹത്തിൻ്റെ ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയതിനു ശേഷം വളരെ സിനിക്കലായിട്ട് അല്ലെങ്കിൽ കുറച്ചൊന്ന് പെസിമിസ്റ്റിക് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങിക്കാണും. വളരെ ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള രീതിയിൽ ലവിനെ അദ്ദേഹം നോക്കിക്കാണാൻ തുടങ്ങിക്കാണും. ആൻഡ് ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഇതും എന്താണ് ഇദ്ദേഹത്തിന് തോന്നുന്നില്ല ആരുടെ അടുത്താണ് ഇങ്ങനെയുള്ള കപ്പിൾസിനെ കാണുമ്പോൾ. ആൻഡ് ഫൈനൽ ലൈൻസ് ആണ് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു തോട്ട് കൺവേ ചെയ്യുന്നു. ബിക്കോസ് ടുഡേയ്സ് യൂത്ത് എന്ന് പറയുന്നത് പോസിബിളി ദേ വിൽ ബി ഫ്രം പ്രിവിലേജ്ഡ് ബാക്ക്ഗ്രൗണ്ട്സ് ആയിരിക്കും. സോ അവർക്ക് ഐഡന്റിറ്റി കാർഡിൽ ഈ റെഡ് സ്ക്രിബ്ലിങ്സോ അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റൈഫൻഡ് റിസീവ് ചെയ്യുന്നു എന്നോ അല്ലെങ്കിൽ ഈ എക്കണോമിക്കലി ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽ നിന്നാണെന്നുള്ള സ്ക്രിബ്ലിങ്സ് ഒന്നും ഐഡന്റിറ്റി കാർഡിൽ കാണത്തില്ല. സോ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് വേണമെങ്കിൽ അങ്ങനെയുള്ളവർ ഇപ്പോൾ ലവേഴ്സ് ഉണ്ടെങ്കിൽ പോലും അവർ കല്യാണം കഴിച്ച് അവർ മുമ്പോട്ട് നീങ്ങത്തേ ഉള്ളൂ. റെഡ് സ്ക്രിബ്ലിങ്സ് ഉള്ളവരുടെ ജീവിതമാണ് ഇതുപോലെ പകുതിക്ക് വെച്ച് ബ്രേക്ക് ആയിട്ട് പോകുന്നതെന്നാണ് പറയുന്നത്. സോ അവർക്ക് ഈ റെഡ് സ്ക്രിബ്ലിങ്സ് ഇല്ലാത്തവർക്ക് ഈ സോഷ്യൽ സ്റ്റിഗ്മ അല്ലെങ്കിൽ കാസ്റ്റ് ബേസ്ഡ് സ്കോളർഷിപ്സോ എക്കണോമിക് ഡിസഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾക്ക് കിട്ടുന്ന സ്കോളർഷിപ്സ് ഒന്നും അവർക്ക് റിസീവ് ചെയ്യേണ്ട കാര്യമില്ല. സോ അവരുടെ ഐഡന്റിറ്റി കാർഡിനകത്ത് റെഡ് കളർ സ്ക്രിബ്ലിങ്സ് ഒന്നും കാണത്തില്ല എന്ന് പറയുവാണ്. ഇത് സോഷ്യൽ ഇൻക്വാളിറ്റിയെ കുറിച്ചും മാർജിനലൈസേഷനെ കുറിച്ചുമാണ് ഈ ഒരു പോം ഒരു കമന്ററി പോലെ പറഞ്ഞു പോയിരുന്നത്. പിന്നെ അത് തീംസ് വരുന്നതെന്ന് വെച്ചാൽ ലവും ഐഡന്റിറ്റിയും. റൊമാൻറ്റിക് ഇൻറ്റിമസി ഇവിടെ പറയുന്നത്, അല്ലെങ്കിൽ റൊമാൻറ്റിക് ഇൻറ്റിമസി ഇവിടെ എന്ത് ചെയ്യാണ് ജഡ്ജ് ചെയ്യുന്നതെന്ന് പറയുന്നത് റിജിഡ് ആയിട്ടുള്ള കാസ്റ്റ് അല്ലെങ്കിൽ ക്ലാസ് കോൺഷ്യസ്നെസ് ആണ്. കുറച്ച് ബ്രീഫായിട്ടുള്ള പീരീഡിൽ ലവ് റിലിജനെയൊക്കെ ബിയോണ്ട് ആയിട്ട് നിൽക്കുമെങ്കിലും പക്ഷേ സൊസൈറ്റി എന്ത് ചെയ്യും, ആ ഒരു റിലേഷൻഷിപ്പിൽ ഈ ക്ലാസ് അല്ലെങ്കിൽ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ പോലെയുള്ള കോൺസെപ്റ്റുകൾ റിയാലിറ്റിയിലോട്ട് തന്നെ കൊണ്ടുവരികയും ചെയ്യും. പിന്നെ കാസ്റ്റ് ആൻഡ് സോഷ്യൽ ഹൈറാർക്കി നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ റെഡ് കളർ സിഗ്നിഫൈ ചെയ്യുന്ന ഇയാൾ ഒരു ദളിത് ഐഡന്റിറ്റിയിൽ വരുന്ന അല്ലെങ്കിൽ ഒരു ലോവർ എക്കണോമിക് സ്റ്റേറ്റസിൽ നിന്ന് വരുന്ന ഒരാളാണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. മറ്റേ പെൺകുട്ടി എന്തായാലും ഒബ്വിയസ്ലി എന്തായിരിക്കും, ഒരു അപ്പർ ക്ലാസ് അല്ലെങ്കിൽ അപ്പർ കാസ്റ്റ് ഫാമിലി സെറ്റപ്പിൽ നിന്ന് വരുന്ന പെൺകുട്ടിയായിരിക്കും. സോ ആ ഒരു ഡിസ്ക്രിമിനേഷൻ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെന്താണ്, ഇൻഡിവിജ്വൽ ഐഡന്റിറ്റിയുടെ ഒരു ലോസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഐഡന്റിറ്റി കാർഡെന്ന് പറയുന്നത് എന്താണ്, ഒരാളുടെ ഐഡന്റിറ്റിയെ സൂചിപ്പിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലിജനെ കുറിച്ചും കാസ്റ്റിനെ കുറിച്ചും സ്റ്റൈഫനെ കുറിച്ചുമാണ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ് ഈ ഒരു ഐഡന്റിറ്റി കാർഡിനകത്തുള്ളത്. സോ ഒരു ഇൻഡിവിജ്വൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ കുറേ ഡീറ്റെയിൽസിലോട്ട് റെഡ്യൂസ്ഡ് ആയി പൊയ്ക്കൊണ്ടിരിക്കുവാണ്. സോ ഇതിനകത്ത് ഐഡന്റിറ്റി കാർഡിന്റെ സിഗ്നിഫിക്കൻസ് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. ഐഡന്റിറ്റി കാർഡ് സിംബലൈസ് ചെയ്യുന്ന സ്പീക്കറിന്റെ ഒഫീഷ്യൽ ആൻഡ് അല്ലെങ്കിൽ സോഷ്യൽ ഐഡന്റിറ്റിയാണ്. അതായത് റിലിജൻ, കാസ്റ്റ് ആൻഡ് എക്കണോമിക് സ്റ്റാറ്റസ് ആണ്. ലവ് ആൻഡ് പോയട്രിയിൽ ഇയാൾ ഇരുന്നപ്പോൾ പോലും എന്താണ് അദ്ദേഹത്തിന് അങ്ങനെ ഇരുന്നപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി കാർഡ് ലോസ്റ്റ് ആയി പോയത്. പക്ഷേ പെൺകുട്ടി തിരിച്ച് കാർഡ് റിട്ടേൺ ചെയ്തപ്പോൾ ആ റെഡ് കളറിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് ആ പെൺകുട്ടിക്ക് വ്യക്തമായി മനസ്സിലാക്കി, അല്ലേ? അപ്പോൾ ആ ഒരു സൊസൈറ്റി എങ്ങനെയാണ് ഇൻഡിവിജ്വൽസിനെ കാറ്റഗറൈസ് ചെയ്യുന്നതെന്നും അതെങ്ങനെയാണ് ഇവരുടെ ഇമോഷണൽ ആൻഡ് പേഴ്സണൽ റിലേഷൻഷിപ്പിൽ ഒരു ഷാഡോ പോലെ നെഗറ്റീവായിട്ട് വന്ന് ഭാവിക്കുന്നതെന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് കണ്ടത്. പിന്നെ സ്റ്റൈഫൻഡ് എന്തുകൊണ്ട് റെഡ് കളറിൽ വരുന്നത്, റെഡ് കളർ സിഗ്നിഫൈ ചെയ്യുന്നത് എന്താണ്, ഫിനാൻഷ്യൽ സ്റ്റൈഫൻഡ് ആണ്. പിന്നെ റെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന സോഷ്യൽ സ്റ്റിഗ്മയാണ് കേട്ടോ.
പിന്നെ ടോൺ ആൻഡ് സ്റ്റൈൽ ഓഫ് ദ പോം വളരെ പേഴ്സണൽ ആയിട്ടുള്ളൊരു പിന്നെ പോമാണ്. ഫ്രീ വേഴ്സിലാണ് എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ കോൺവെർസേഷണൽ രൂപത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഒരു കൈൻഡ് ഓഫ് സോഷ്യൽ കമൻ്ററിയാണ്. കാസ്റ്റ്, ലവ്, ഐഡൻറ്റിറ്റി പോലെയുള്ള കോംപ്ലക്സ് തീംസ് ആണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്.